അപ്പോൾ ഞാനിന്നിവിടെ ഷെയർ ചെയ്യണത് ഒരു അടിപൊളി ബീഫിൻ്റെ റെസിപ്പിയാണ്. ബീഫ് കോക്കനട്ട് റോസ്റ്റ് എന്നോ ബീഫ് തേങ്ങാക്കൊത്തിട്ടെന്നോ എങ്ങനെ വേണോ വിളിക്കാം. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അപാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണ്, എൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കി ബീഫിലേക്ക് ഒരു പിടി ചുവന്ന ഉള്ളി, അതായത് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ചേർത്ത് അതിലേക്ക് ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമിയതിന് ശേഷം ഒരു കുക്കറിലേക്കിട്ട് ഒരു 6-7 വിസിൽ കേൾക്കണം ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ 6-7 വിസിൽ വരെ കേൾപ്പിക്കുക. ഞാനിവിടെ 6 കേൾപ്പിച്ചത്, നല്ല കറക്റ്റ് പാകമായിരുന്നു എൻ്റെ ബീഫ്. അപ്പോൾ ഈ 6 വിസിൽ കേൾക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി എടുക്കാം. അതായത് ഞാനിവിടെ 1 കിലോ ബീഫിന് 1/2 കിലോ ചുവന്നുള്ളി മാത്രമാണ് എടുത്തേക്കണത്, വേറെ സവാളയൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ചുവന്നുള്ളി 1/2 കിലോ ചുവന്നുള്ളി സ്ലൈസ് ചെയ്തത്, ഉപ്പ്, പിന്നെ ഇഞ്ചി ഒരു 2 ഇഞ്ച് നീളത്തിനെടുത്തു, പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഒരു 10-20 അല്ലിയോളം എടുത്തു. ഇത്രയും അത് രണ്ടും ചതച്ച് ചേർത്തു ഈ ഉള്ളിയിലേക്ക്. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഒരു ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇതേ കണ്ട് നമ്മുടെ ബീഫ് ഇപ്പം കറക്റ്റ് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതായത് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി ഒരല്പം, ഇത്രയും ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ബീഫിനെ ചേർത്ത് കൊടുത്തതിലേക്ക്. ഇപ്പോൾ ബീഫിൽ നിന്ന് വന്ന വെള്ളമൊന്നും ഞാൻ നേരത്തെ ചേർത്ത് കൊടുത്തല്ല കേട്ടോ, അതെല്ലാം ബീഫിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നതാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് ഇത് ആദ്യം കുക്കറിലിട്ട് വേവിച്ചത്. അപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് കുറുക്കിയെടുക്കണം ആദ്യം, അതാണ് ആദ്യത്തെ പണി. അത് ജസ്റ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പോൾ ഈ ചാറ് കുറുകി വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അപ്പം അതവിടെ നടന്നോട്ടെ, നമുക്ക് ബാക്കി തേങ്ങാക്കൊത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു നീളത്തിന് ആണ് ജസ്റ്റ് തേങ്ങാക്കൊത്തി ഇങ്ങനെ ചെത്തിയെടുത്തിട്ടുള്ളത്. അതെല്ലാം നന്നായിട്ടൊന്ന് വറുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല മണം വരും കേട്ടോ. അപ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് അതും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മുടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫ് ചാറൊക്കെ കുറുക്കി നല്ല മണവും രുചിയൊക്കെ നമുക്ക് അതിങ്ങനെ ഈ തേങ്ങാക്കൊത്തൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്കതങ്ങനെ സ്മെല്ല് ചെയ്യും. അപ്പോൾ ഇതേ കണ്ടോ, ഇതാണ് എൻ്റെ പരുവം. നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കുക. അതാണ് റോസ്റ്റ് എന്ന് പറയണത്. വളരെ ഈസി അല്ലേ, അതുപോലെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ പേജസൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാം. അവിടെ ഇതുപോലെ കുറേ കുഞ്ഞു വീഡിയോസ് ഉണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാ റെസിപ്പീസും. അപ്പോൾ എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.